ഹേ ഗൈസ് വാട്ട്സപ്പ്. ഇന്ന് നമ്മൾ വീണ്ടും റോബ്ലോക്സ് ആണ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിലെ സ്കേറി ഷവർമ കിയോസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ഷവർമ കടയാണ്. ഇങ്ങോട്ടാണ് ഫസ്റ്റ് പോകേണ്ടത്. ഗൈസ്, അടുത്തത് ഏത് ഗെയിം കളിക്കും നിങ്ങൾ പറയട്ടോ. ഗൈസ്, ഇച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു ഗെയിമാണ്. സ്കേറിയാണ്. സ്കേറി എന്നൊക്കെ പറഞ്ഞേക്കണത് പേടിക്കുന്നൊന്നും അറിയില്ല, തമാശയാണെന്ന് തോന്നിയത്. സൗണ്ട് കൂട്ടിയിട്ടേക്കാം. സൗണ്ട് കുറേ വേണം ഗൈസ്. ഇത് എങ്ങനെ ജംപ് സ്കെയർ വന്നാലാ. ഓക്കെ, ഗ്രിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനിയും ഇത് ഓണാക്കണം. അപ്പോൾ ഇത് പൊങ്ങും. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് ഷവർമ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്താണ് റീഡ് ദ റൂൾസ്. ഗൈസ്, ഞാൻ ഈ റൂൾസ് ഒന്ന് വായിക്കട്ടെ. ഓക്കെ ഗൈസ്, ആ റൂൾസിലൊക്കെ പറഞ്ഞേക്കണ എല്ലാം എനിക്ക് മനസ്സിലായി. മുഖം ചിരിച്ചുകൊണ്ട് വന്നവർക്ക് നമ്മളൊരു സോഡ കൊടുക്കണം. മുഖമില്ലാത്തവരുടെ ആണോ? ആ മുഖമില്ലാത്തവരുടെ മുഖത്തോട്ട് നോക്കാൻ പാടില്ലെന്ന്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഫേസ്ലെസ് മാൻ അങ്ങനെ കണ്ടു പറഞ്ഞു. ഇയാൾക്ക് മുഖമുണ്ടോ? ഇയാൾക്ക് മുഖമുണ്ട്. ഇയാൾ സാധാ ആളാണെന്ന് തോന്നുന്നു. എനിക്ക് സോഡയും വേണം, ഷവർമയും വേണം. 200 രൂപയാണ്. ഓക്കെ, നമുക്ക് 200 രൂപ കിട്ടി. സ്റ്റാർട്ട് ലവാഷ് എവിടെ? എനിക്ക് എവിടെ സോഡ ഇരിക്കണത്? ചപ്പാത്തി കേട്ടല്ല ലവാഷ്. അങ്ങനെ ആണ് പറയണത്. അവിടെയൊക്കെ ചപ്പാത്തിക്ക് ലവാഷ് എന്നാണ് പറയണത്. ഓക്കെ, എന്താണ് ചീസ് സാലഡ് ഇട്ട് ഷവർമ എടുക്കണം. ഇവിടുന്ന് ഷവർമ എടുക്കാൻ ഇങ്ങനെ മെക്കി പിടിച്ചോണ്ടിരിക്കണം ഗൈസ്. ഇത്ര നേരമോ ഷവർമ എടുക്കാൻ? ഇങ്ങനെ കുഞ്ഞുങ്ങനെ ഇങ്ങനെ ചെയ്താൽ പോരെ? ഓക്കെ, പിന്നൊരു പെപ്സി എടുക്കണം. ഗൈസ്, ഇതിനകത്ത് പെപ്സി എന്ന് പറഞ്ഞാൽ അല്ല എഴുതിക്കണം, ബ്രെപ്സി എന്നങ്ങാണ്ട് എഴുതിക്കണം. അവരുടെ നാട്ടിലൊക്കെ പെപ്സിക്ക് ബ്രെപ്സി എന്നാണ് പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ കൊടുത്ത്. ഓക്കെ, യു സേവ്ഡ് മൈ നൈറ്റ്. ഓക്കെ, ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എടാ, ഇതെന്താണ്? ഒരു സാധനം വന്ന് ഒളിഞ്ഞു നോക്കണം. ഇതെന്താണ്? അയ്യോ, ഇതെന്തൊരു മുട്ടത്തല പോലത്തെ സാധനം വന്ന് ഒളിഞ്ഞു നോക്കി. ഒയ്യോ, സീനായിരുന്നത്. തവളയാ? എൻ്റെ പേര് തവള എന്താണെന്ന് തോന്നുന്നു ഗൈസ്. തവളയെ പോലെ ഇരിക്കണം. അതൊന്ന് ബെഞ്ചിൻ്റെ ഒടിയൊക്കെ ഇരുന്ന് പേടിപ്പിക്കണം. എനിക്കൊന്നും പേടിയൊന്നുമില്ല. ഇതിന് മുഖമില്ല ഗൈസ്. എൻ്റെ മുഖത്തോട് നമ്മൾ നോക്കരുത് ഗൈസ്. ഒരു മുഖമില്ല. അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവനും മുഖമില്ലാത്തവർക്ക് മറ്റേ സോഡ കൊടുക്കുന്നതല്ലേ വേണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവന് ഇത് കൊടുക്കണ്ടെന്ന് തോന്നുന്നു, ജ്യൂസ്. ഓക്കെ, നോക്കാന്നാലും ഷവർമ കൊടുക്കണം. ഇവന് അനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. നോക്കാം. കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്നാലും നേരത്തെ കണ്ടത് എന്തായിരുന്നു? തവളയാ? ആ സൈഡിലോട്ട് ആ സാധനമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. തെരുവോട്ടീനെ പോലെ ഇരിക്കണം. ഓക്കെ, നമ്മൾ പൊതിയാതെയാണ് ഷവർമ കൊടുക്കണത്. ഓക്കെ, ഒരു ക്ലോസ് ചെയ്യണം ഗൈസ് നമുക്ക്. ഓക്കെ, മറ്റേ സാധനം വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഒരാൾ വന്നോ? അങ്ങനെ തന്നെ അതാരാണ് അങ്ങനത്തെ ഒരാൾ? അവൻ ആടി വരുന്നു ഗൈസ്.
കാര്യങ്ങൾ എന്താണെന്നും അറിയത്തില്ല. ഇത് അവനവിടെ വഴി വരുന്നതേ ഉള്ളൂ. ഇവിടെ കൂടെ പോയിട്ട് നമ്മൾ ഡോറ് വല്ലതും തല്ലിപ്പൊടിച്ച് നമ്മളെ കൊല്ലാൻ കഴിയുമോ ഇനി? സോ അതിനെത്തി. ഗൈസ്, എനിക്ക് തോന്നി ഇവൻ ഡ്രിങ്ക്ഡ് പേഴ്സണാന്ന് തോന്നുന്നു. ഇവൻ അനോമലിയാന്ന് തോന്നുന്നു ഗൈസ്. ഇവനൊന്നും ഷവർമ്മ കൊടുക്കരുത്. പക്ഷേ നമുക്ക് പൈസ തന്നു കേട്ടാ. പൈസ തന്നപ്പോഴേക്കും ഞാൻ ആ ഡോറങ്ങ് അടച്ച് കളഞ്ഞു. ഇതെന്താണ് മറ്റേ മുട്ടത്തല സാധനം ഈ ഡോറിൻ്റെ അവിടെ വന്നിരിക്കുന്നത്? ഇതെന്താണ്? അതെന്താണ് മറ്റേ തവളയാ? ഇത് കണ്ട ഇതാണ് അവൻ്റെ മുഖം. അയ്യ പൊട്ടൻ മണ്ടൻ. ഓക്കെ, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കാം. ഗേസ്, ഇതാരാണ്? ഇതെന്താണ് ഇങ്ങനെ വന്നത്? 2 ഷവർമ്മയാ? $300 for both. ഗേസ്, ഇവന് ഷവർമ്മ കൊടുക്കാൻ പാടില്ലെന്ന് തോന്നുന്നു ഗേസ്. അനോമലിയാന്ന് തോന്നുന്നു. സത്യമാണ് ഗേസ്. അവൻ നമുക്ക് പൈസ കൊണ്ട് നമ്മൾ വീണ്ടും അങ്ങ് കളിച്ചു. ഓക്കെ ഗേസ്, ഇവിടെ നിന്ന് സാധനം പൊങ്ങി വന്ന്. ഈ സാധനം ഇല്ല, ഞാൻ വീഡിയോയൊക്കെ കാണാറുള്ളത്. നമ്മൾ അനോമലിനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ സാധനം പൊങ്ങി വരും. ഇയാൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇയാൾ പ്രശ്നക്കാരനല്ലെന്ന് തോന്നുന്നു. ഇതെന്താണ് ഇങ്ങനെ വന്നത്? അവിടെ മറ്റേ സാധനം അവിടെ കയറിയിരിക്കുകയാണ്. ഇതെന്താണ്? അവിടെ നമ്മുടെ പെപ്സി വിഷമായി പോയെന്ന് തോന്നുന്നു കേട്ടോ. അവൻ അതിൻ്റെ മേളിൽ കയറിയിരുന്നു. നമ്മുടെ പെപ്സി അവൻ്റെ മേത്ത് വന്ന പൂപ്പലാണ് ഗൈസ്. ഇത് എൻ്റെ ഇതിനകത്ത് ഓവനല്ലേ ഇത്? ഓവനകത്ത് മറ്റേ ഇതെന്താണ്? എന്തോ പൊട്ടിത്തെറിച്ച് ഗൈസ്. ഇന്നെനിക്ക് ബാഡ്ജുകൾ കിട്ടും. ബ്രോഡ്കാസ്റ്റാ ഒരു സാധനം കിട്ടി എനിക്ക് ഗൈസ്. അനോമലി അല്ലെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് വന്നപ്പോൾ എനിക്ക് അനോമലിയായിട്ട് തോന്നി ഗൈസ്. അത് വീണ്ടും പൊങ്ങി വന്ന്. അവിടെ സീന് അവിടെ മറ്റേ ഇതെന്താണ്? ഇതിന് വേറെ പണിയില്ല ബോർഡിന്ന്. അവിടെ അമ്മച്ചി ഇതെന്താണ് ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? അമ്മച്ചി നിർത്ത്. അമ്മച്ചി കിടന്ന് ഡാൻസ് കളിക്കണം കേട്ടോ ഇവിടെ. അമ്മച്ചിക്ക് വട്ടായേ. ഓക്കെ, എന്താണ്? ഡു യു ഡോണ്ട് വാണ്ട് ടു നോ ദാറ്റ്? നമുക്കതിൽ ഷവർമ്മ ഇവർക്കുണ്ടാക്കി കൊടുക്കണം. ഇവർ നല്ലതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കണ എന്താ പ്രശ്നം ഗൈസ്? അതിന് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവർക്ക് ചിലപ്പോൾ സോഡ കൊടുക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല ഗൈസ്, പൊങ്ങിയതുണ്ടല്ല. അത് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുഖം കാണാൻ കൊള്ളൂല കേട്ടോ, പൊട്ടൻ. ബസ് ഇവിടെ ചിക്കൻ തീരാറായി. ആരെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തീരും. സോ ഒരാൾ വന്ന് ഗീവ് മീ ഒരു എക്സ്ട്രാ സോസ് ഷവർമ്മ ആണ്. നോക്കാം, ക്യാമറയിൽ കൂടെ നോക്കാം നല്ല ആളാണോന്ന് ചീത്ത ആളാണോ എന്ന്. ഓക്കെ, ഒരു ഷവർമ്മ ധൈര്യയോടെ കൊടുക്കാം. നല്ല ആളാണെന്ന് തോന്നുന്നു, അറിയത്തില്ല ഗൈസ്. നല്ലതാണെന്ന് തോന്നുന്നു ഗൈസ്. പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഈ റേഡിയോ ഒന്ന് ഓഫ് ആക്കിയത്. എന്ത് റേഡിയോയാണിത്? നല്ല പാട്ടുമില്ല. ഓക്കെ, മയണൈസ്, ചീസ്,
വെജ് എന്തോ ഇല, മറ്റേ ഇല അത് തന്നെ, കുക്കുമ്പറൊക്കെ ഇട്ടൊരു സാധനം. പിന്നെ ചിക്കൻ, നമ്മുടെ ചിക്കൻ തീർന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ചിക്കൻ തീർന്ന്. ഓക്കെ, ബെറ്റർ ദാൻ ഒരു വെൻഡിങ് മെഷീനാ. സോ പ്രശ്നക്കാരനല്ല ഗൈസ്. ആ സാധനം ഇതിന് വേറെ പണിയല്ല, വെറുതെ നമ്മൾ ഷവർമ ഉണ്ടാക്കണത് പോയി നോക്കിക്കൊണ്ടിരിക്കണേ. ഷവർമ നമുക്ക് റീഫിൽ ചെയ്യണം, അടുത്ത കസ്റ്റമർ വന്നിട്ട് നമുക്ക് റീഫിൽ ചെയ്യാം. എന്തൊക്കെയോ ഇവിടെ മേടിക്കാൻ വേണ്ടിയുണ്ട് ഗൈസ്. നമുക്ക് എത്രയുള്ള പൈസയൊന്നുമില്ല. അവിടെ ഇത് തന്നെയല്ലേ നേരത്തെ ഒരാൾ പറഞ്ഞത്, എക്സ്ട്രാസൊന്നൊക്കെ ഇവൻ പറഞ്ഞിരുന്നല്ല. അവിടെ ഇത് തന്നെയല്ലേ നേരത്തെ വന്ന ആള്. ഇതൊന്നാണ് അവിടെ നമ്മുടെ ഷവർമയിൽ പൂപ്പലായി ഗൈസ്. എടാ അവൻ നമ്മുടെ ഷവർമയുടെ മേത്ത് കയറി ഇരുന്ന്, ഷവർമ ചിക്കൻ്റെ. നമ്മൾ ഷവർമ പോയിട്ടാ. സോ അവൻ അനോമലിയാന്ന് തോന്നുന്നു. അവൻ മറ്റേ നേരത്തെ പോയെന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വന്നേക്കണം. അനോമലിയാന്ന് നോക്കാം. അനോമലി ആണെങ്കിൽ ഈ സാധനം പൊങ്ങി വരും. അല്ല ഗൈസ്, അവൻ അനോമലി ആയിരുന്നു ഗൈസ്. ആ സാധനത്തിന് വേറെ പണിയില്ല, വെറുതെ എന്നാലും ആൻസർ കളിക്കുന്നത്. എന്നെക്കൊണ്ട് പോവേ ഇവിടെ നിന്ന്, എനിക്ക് പേടിയൊന്നുമില്ല. വെറുതെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുമ്പോഴും. ഗൈസ്, ഇവന് പെണ്ണിൻ്റെ ദേഹവും ആണിൻ്റെ സംസാരവും. എനിക്കൊന്നും ഇത് അനോമലിയാന്ന് തോന്നുന്നു. എനിക്ക് വേണമെങ്കിൽ ഇത് ഗെയിമിൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഗെയിമിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഗെയിമിൻ്റെ പ്രശ്നമാണ് ഗൈസ്, ഗെയിമിൻ്റെ പ്രശ്നമാണ്. അതിന് അനോമലി ആണെന്ന് തോന്നുന്നു. അനോമലി ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ അവസാനം മുങ്ങി വരും. എന്തായാലും നോക്കാം ഗൈസ്. എനിക്ക് ചൂടെടുക്കണം. അയ്യോ ചൂടെടുക്കുന്നേ ഗൈസ്. അടുത്ത് ഏത് ഗെയിം കളിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗ്രാനി ഉണ്ട്, ഗ്രാനി, EFC, പിന്നെ റോബ്ലോക്സ്. പിന്നെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ സ്റ്റംബിൾ ഗേസ്, ഏതൊക്കെ ഗെയിം കളിക്കണമെന്ന് പറയട്ടാ, അത് സെറ്റാക്കാം. ഇവന് പെപ്സി കൊടുക്കണം. ഓക്കെ ഗൈസ്, അത് പ്രശ്നം വരുന്നു. എടാ അത് ഒരു അനോമലി ആയിരുന്നു കേട്ടാ. ഇപ്പം അനോമലി ആയിരുന്നു. ചിക്കനും ഇതൊന്നും ഒരു ഒറിജിനാലിറ്റി ഇല്ല ഗൈസ്. ഒരാൾ തന്നെയുണ്ട്. ഇവന് നേരത്തെ വന്നത് പ്രശ്നക്കാരനാണ്. ഇവൻ തന്നെയല്ല ഗൈസ് നേരത്തെ വന്നത്. ആദ്യം തന്നെ വന്നത് ഇവനാണ്. പ്രശ്നക്കാരനെന്ന് തോന്നുന്നു ഗൈസ് ഇവൻ. എടാ മറ്റേ സാധനം അവിടെ വന്ന് നിൽക്കണ്. പക്ഷെ ആ സാധനം എൻ്റെ ഷവർമ്മ തിന്നാണ്. ഇവിടെ ദേടാ വീണ്ടും 2 സാധനം. എടാ അത് താഴത്തോട്ട് പോയി ഗൈസ്. അതൊരു അനോമലി ആയിരുന്നു ഗൈസ്. എടാ നമ്മളവൻ്റെ ഷവർമ്മ കൊടുക്കണമായിരുന്നു. എങ്ങനെ മനസ്സിലാവാനാണ് മറ്റേ ആള്. എടാ ഇവൻ പ്രശ്നക്കാരനാട്ടാ. ഇവൻ നേരത്തെ വന്നായിരുന്നു, പ്രശ്നക്കാരനാ ഇവൻ. ഇവനില്ല മറ്റേ നേരത്തെ വന്ന ഡ്രിങ്ക് പേഴ്സൺ. ഗൈസ് നമ്മുടെ ആള് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഡ്. I will remember you treating me like this. പോടാ നീ പോടാ. ഓക്കെ, നമുക്ക് അടുത്ത കസ്റ്റമർ വല്ലതും വന്നിട്ടുണ്ടെന്ന് നോക്കാം.
ആരെങ്കിലുമൊക്കെ അവിടെ നല്ല കിടുന്ന ഷവർമ കിട്ടും. പൂപ്പൽ പറ്റിയ ഷവർമയാണ് കേട്ടാ. എല്ലാവരും വന്നോളൂ. പൂപ്പൽ പറ്റി അവിടെ പോടാ. ഇതിന് വേറെ പണിയില്ലേ? മനുഷ്യൻ വെറുതെ ഇവിടെ ഇരിക്കുമ്പോൾ വന്ന് ഒളിഞ്ഞു നോക്കണം. ദുഷ്ടത്തരൻ. എടാ ഇത് മറ്റേ സിനിമ കാണാനല്ലേ? എടാ ഇതൊരു ഫുട്ബോൾ കളിക്കാനാ പോയിരിക്കണേ ഇവൻ. ജോഹാൻ ക്രൂയിഫിനെ പോലെ ഇരിക്കണവൻ. നമുക്ക് അടയ്ക്കട. ഇവനെന്തോ പ്രശ്നക്കാരനുണ്ട്. മുഖം കണ്ടിട്ട് ഓക്കെ. ഇവിടെ നമ്മൾ കംബാക്ക് ടു മാണെന്ന് പറഞ്ഞാൽ അവൻ നോന്ന് പറഞ്ഞു. നാളെ വരാൻ പറഞ്ഞപ്പോൾ അവൻ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ അവൻ പ്രശ്നക്കാരനാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. CCTV ഒന്ന് നോക്കിയാലോ? ചപ്പാത്തി എടുക്കാം. കോഫി ഉണ്ടാക്കണം. ചപ്പാത്തി ഗൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തന്നെയല്ല നേരത്തെ പറഞ്ഞവൻ. ബ്രോ ഒന്ന് മാറ്റി പിടിക്കായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്. ഓക്കെ എന്നാ ചീസ് വെജ് സോസ്. വെജ് എന്താണോ എൻ്റെ പേരെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, അതിന് ഷവർമ കൊടുക്കാം. അതിന് മുമ്പ് കോഫി എടുക്കണ്ടേ? കോഫി അതിന് പെപ്സി അല്ല, കോഫി അല്ലേ? അവിടെ ഓക്കെ കോഫി എടുക്കണം. കോഫി എടുത്ത് ഗീവ് കൊടുത്ത് കേസ്. ഓക്കെ അവൻ്റെ എന്തോ ഉണ്ട് കഴിച്ച് കണ്ട. എന്തോ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറും അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ വേറൊരു സാധനം ഉണ്ട് കേസ് അവൻ്റെ കയ്യിൽ. എന്താന്ന് മനസ്സിലാവണില്ലല്ലോ. ഒരു നൈറ്റ് മിഷൻ ഉണ്ട്, നോക്കാം. നൈറ്റ് മിഷൻ ഇട്ടിട്ട് ഒരു കാര്യമില്ല കേസ്, വെറുതെ നൈറ്റ് മിഷൻ. ഓക്കെ നമുക്ക് അതിലും നോക്കാം. അവൻ്റെ അടുത്ത് പോയി നോക്കാം. കോളിറ്റെന്നാ? എന്ത് കോയിനാ? എന്ത് കോയിൻ? എന്താണ് ഇവൻ പറയണത്? ഹെഡ് ഓർ ടെയില്? ഹെഡ് ഇടാം കേസ് നമുക്ക്. ഹെഡ് ഓർ ടെയിലിന് താഴെ കാണിച്ച ഹെഡ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ദിസ് ഈസ് അൺഫോർച്ചുനേറ്റാ ബട്ട് ദ കോയിൻ ഹാസ് ഡിസൈഡഡ്. എന്ത്? വെയിറ്റ് എ സെക്കൻഡ്. എടാ അവൻ നമ്മുടെ ബോധം കെടുത്തിയടാ. അവൻ നമ്മുടെ ബോധം കെടുത്തി. അവൻ പോയി. എന്നിട്ട് പൈസ ഒന്നുണ്ടോ? പക്ഷെ മുമ്പ് ഗൈസ് ഫുള്ളായി ഗൈസ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോവാൻ പാടില്ല. അത് എടാ പോടാ. എനിക്ക് പേടിയൊന്നും പറ്റില്ല. എന്താണ്? ഓക്കെ ഗൈസ്, ഇവരെന്താണ്? ഷവർമ നിങ്ങൾക്കില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെന്ന് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ. റിട്ടേൺ ടു ലോബി എടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ. നാളെ എന്തെങ്കിലും കളിക്കണമെങ്കിൽ